എന്നിടക്ക് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും ഞാൻ പറയാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഇദ്ദേഹം ഒരു ട്രൂപ്പ് തുടങ്ങാനായിട്ട് ആരംഭിക്കുന്ന സമയത്താണ് ഞങ്ങൾ മിമിക്സ് പരേഡ് എന്ന ട്രൂപ്പ് ആരംഭിക്കുന്നത്. അപ്പൊ ഇത് എന്റെ പോസ്റ്ററൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞു. ഒരു ദിവസം ഞാൻ പത്മ ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ സൈക്കിളിലാണ് കേട്ടോ, ഞങ്ങളിങ്ങനെ പുതിയ ട്രൂപ്പ് തുടങ്ങാൻ പോണു രാജീവ് എന്ന് പറഞ്ഞു. അപ്പോൾ എവിടെ എൻ്റെ പോസ്റ്റർ എന്ന് ചോദിച്ചു. ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എൻ്റെ സൈക്കിളിൻ്റെ ഫ്രണ്ടിൽ പുള്ളിയെ കയറ്റി ഞാൻ കൊണ്ടുവന്ന് ഈ പോസ്റ്റർ കാണിച്ചു കൊടുത്തു. തലേ ദിവസം ഞങ്ങൾ ഇതിന് വന്ന് ഒട്ടിച്ചതാണ്, അത് ഞാൻ പറഞ്ഞില്ല. ഇല്ല ഒട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് പുള്ളി എൻ്റെ അടുത്തൊരു 84 കഴിഞ്ഞപ്പോൾ എന്നോട് ഒരിക്കൽ പറയുമായിരുന്നു. കാരണം ഈ മിമിക്രിയെ കുറിച്ചൊരു കഥ ഉണ്ടാക്കിയപ്പോൾ ഞാനാണ് ആദ്യം, അദ്ദേഹമാണ് ആദ്യം ചിന്തിച്ചത് ജയറാമിനെ കുറിച്ച്. ജയറാമിനെ എടുക്കാൻ പുള്ളി അന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷേ അതിനൊക്കെ ശേഷം അവരെ എന്ന സിനിമ വന്നു, പത്മരാജൻ സംവിധാനം ചെയ്ത. അപ്പോൾ ക്രെഡിറ്റ് മുഴുവൻ അദ്ദേഹത്തിന് പോയി. പക്ഷെ ഞാനിത് ആദ്യമേ ചിന്തിച്ചിരുന്നു എന്ന് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഞാൻ ഇനി അത് ആരുടെ പറയുന്നില്ല പ്രസാദെ എന്നെൻ്റെ അടുത്ത് പറഞ്ഞു. കാരണം അതിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ആള് ജയറാം തന്നെയായിരുന്നു. ഞങ്ങളുടെ പ്രോഗ്രാം കാണാൻ പുള്ളി എപ്പോഴും വരുമായിരുന്നു വേണ്ടത്. അപ്പം ഞാൻ അന്ന് ചിന്തിച്ചിരുന്നതാണ് ജയറാമിന്റെ ഫേസ്. പക്ഷെ അദ്ദേഹത്തിന് ആ ക്രെഡിറ്റ് പോയി, അദ്ദേഹം എടുത്തോട്ടെ, കുഴപ്പമില്ല. ഞാൻ ഉപയോഗിച്ചു. അതുകൊണ്ട് എന്താ ഒരു വലിയൊരു കലാകാരൻ നമുക്ക് ലഭിച്ചു അല്ലേ? സുരാജേട്ടനുണ്ട്, നോബിച്ചേട്ടനുണ്ട്, അസിസക്കേട്ട്, നമ്മൾ എല്ലാവരും ട്രിവാൻഡ്രത്തുകാരാണ്. ട്രിവാൻഡ്രത്ത് നിന്നും ഇങ്ങനെ മിമിക്രിയിലൂടെ വലിയ വലിയ തലങ്ങളിലേക്ക് എത്തിയ ഒരു കലാകാരനെയാണ് നമ്മളിപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ചേട്ടൻ ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? വലിയ സന്തോഷം. ഞാനത് എനിക്ക് കൂടുതൽ അറിവില്ലായിരുന്നു. അങ്ങനെ അവര് 4 പേര് 5 പേര് എന്റെ ആ കാലഘട്ടമൊക്കെ ആയപ്പോ സൂപ്പർ മിമിക്സ് എന്ന് പറയുന്ന ഒരു ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതൊരു പുതിയ അറിവാണ്. ഒരുപാട് സന്തോഷം തോന്നി. അത് മാത്രമല്ല, വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് സ്വന്തം ട്രൂപ്പ് ട്രിവാൻഡ്രത്ത് ഉള്ളപ്പോൾ പുള്ളിയുടെ ഗ്രൂപ്പ് ഞങ്ങളുടെ പരിപാടി മിമിക്സ് പരേഡ് അവിടെ നടത്തി. വേറൊരു മനുഷ്യൻ ചെയ്യില്ലത്. കാരണം അവരവിടെ കത്തി നിൽക്കുക. ആ സമയത്ത് എറണാകുളത്ത് നിന്ന് ഒരു ട്രൂപ്പിനെ വിളിച്ചോണ്ട് വന്ന് ജനങ്ങളെ കാണിക്കുക എന്ന് പറഞ്ഞാൽ അതും സെനറ്റ് ഹാളില് അങ്ങനെ കാണിച്ച ഒരു വലിയ വിശാല മനസ്കൻ കൂടെയാണ് രാജീവ്. അത് സുരാജൻ ചെയ്യാറുണ്ട്. ഇവിടെ ട്രൂപ്പിനെ വിളിച്ചിട്ട് അവിടെ നിന്ന് കൊണ്ട് കളിപ്പിച്ചിട്ട് ആ ഐറ്റം അടിച്ചിട്ട് നമ്മൾ സൗദി പോയി കളിച്ചിട്ടുണ്ട്. അത് അവിടെ ഷോ ഏക്കാഞ്ഞിട്ട് ഇവിടുന്ന് ആളെ വിളിക്കുന്നത്. ഇതങ്ങനെയല്ല. ശരി. അപ്പം ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാത്ത മറ്റൊരു കാര്യം കൂടി ഞാൻ ഇങ്ങനെ ആദ്യം ചോദ്യമായിട്ട് ചോദിക്കാം. ചാണക്യൻ എന്ന ചിത്രത്തിന് മുൻപ് കമലഹാസൻ സാറ് ഒരു ചിത്രത്തില് മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ട് മിമിക്രി ചെയ്ത് അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി അന്ന് മിമിക്രി ഡബ് ചെയ്തത് ഒരു കലാകാരനാണ്. അദ്ദേഹം ആരെന്നറിയാം? അദ്ദേഹം ഒരു മലയാളിയാണ്. ആരാന്നറിയോ? പട്ടം സദൻ. സദൻ അദ്ദേഹമാണ് കമൽഹാസൻ സാറിന് വേണ്ടിയിട്ട് ആ ചിത്രത്തില് ആ രംഗങ്ങൾ ഡബ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. നമുക്കെന്നാ ഈ പറഞ്ഞ കമൽഹാസൻ സാറിന്റെ ആ വിഷ്വൽ ഒന്ന് കണ്ടാലോ? കാണാം. കൊട്ടും മുഴക്കങ്ങൾ കല്യാണമേളങ്ങൾ കൊണ്ടാട്ടം കേട്ടതമ്മാ. Singapore Airlines announced the arrival of flight SQ583. അപ്പൊ നമ്മൾ ഈ കണ്ട ഈ ഗാനരംഗം എന്ന് പറയുന്നത് അവൾ ഒരു തുടർക്കഥ എന്ന ചിത്രത്തിൽ നിന്നുള്ളതാണ് കേട്ടോ. അതുമായിട്ട് കണക്റ്റഡ് ആണ് കേസ് പ്രസാദ്. അത് ഞാൻ ചോദിക്കുമ്പോൾ ആക്ച്വലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ പ്രസാദിന് ഉണ്ടാവും. മിമിക്രി കാണിക്കാനായിട്ടുള്ള ആഗ്രഹം കൊണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ലൈറ്റ് മ്യൂസിക്കിന്റെ പേര് തീർന്നു. എന്നിട്ട് ആ പാട്ട് പാടിയിട്ട് ഈ ശബ്ദങ്ങൾ മുഴുവൻ അവതരിപ്പിച്ചു. അപ്പൊ അത് കാരണം അതിലെ ശബ്ദങ്ങളൊക്കെ എനിക്ക് നല്ല ഫെമിലിയറാ ആയിരുന്നു. അതെ.